സണ്ണി ജോസഫ് കെപിസിസി അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം ഡിസിസി ഓഫീസിന് മുന്നിലും ഫ്ലെക്സ് ഒരാൾക്കൊരു പദവി മതിയെന്നും മുഴുവൻ സമയ കെപിസിസി പ്രസിഡന്റ് വേണമെന്നുമാണ് ഫ്ലെക്സിലെ ആവശ്യം. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, നേരത്തെ തൃശൂരിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ വാർത്തയായി നൽകിയതാണ്. അതേ വാചകങ്ങൾ തന്നെയാണോ ഇവിടെയും എഴുതിയിട്ടുള്ളത്? അനുജ, അതിന് സമാനമായിട്ടുള്ള വാചകങ്ങൾ തന്നെയാണ് കോട്ടയം DCCക്ക് മുന്നിലുള്ള ഈ ഫ്ലെക്സ് ബോർഡിലും കാണാൻ സാധിക്കുന്നത്. ഒരാൾക്ക് ഒരു പദവി എന്നുള്ള ക്യാപ്ഷൻ വലുതായിട്ട് കൊടുത്തുകൊണ്ടാണ് മുഴുവൻ സമയം ഒരു KPCC പ്രസിഡന്റ് അധ്യക്ഷൻ വരട്ടെ എന്നാണ് ഫ്ലെക്സിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, MP-മാരും MLA-മാരും അവരുടെ മണ്ഡലം നോക്കട്ടെ, കോൺഗ്രസിനെ നയിക്കാൻ മറ്റൊരാൾ വരട്ടെ എന്നുള്ളൊരു ഫ്ലെക്സാണ് വന്നിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, കോട്ടയം DCCക്ക് മുന്നിലാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആ ചർച്ചകൾക്കിടയിൽ നമ്മൾ കണ്ടതാണ് വലിയ ഫ്ലെക്സ് പോര് ഈ കോട്ടയം ജില്ലയിലും കണ്ടു. അന്നും ഏറ്റവും കൂടുതൽ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടത് കോട്ടയം DCCക്ക് മുന്നിൽ തന്നെയായിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ കോട്ടയം DCCക്ക് മുന്നിൽ തന്നെയാണ് ഈ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്നാണ് നിലവിലെ DCC പ്രസിഡന്റ് അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ആരാണ് ഇത് വെച്ചത് എന്നത് സംബന്ധിച്ചും നിലവിൽ യാതൊരു വ്യക്തതയുമില്ല. വരും മണിക്കൂറുകളിൽ അതാരാണെന്ന് കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുജ, അതാണ് മുഴുവൻ സമയ KPCC പ്രസിഡന്റിനെയാണ് വേണ്ടത്. MLA-യും MP-യും ഒക്കെ മണ്ഡലം ശ്രദ്ധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫ്ലെക്സുകൾ വിവിധ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഏറ്റവും ഒടുവിലായി കോട്ടയത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.